Hi everyone. Today our class is about secondary market. It's a new chapter and you all know what do you mean by primary market and now secondary market. Secondary market is the market wherein the trading of the securities is done, both the equity as well as the debt market. അതുകൊണ്ട് തന്നെ സെക്കൻഡറി മാർക്കറ്റിനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും വിളിക്കാം. സോ ഏതൊക്കെ സെക്യൂരിറ്റീസ് ആണോ ന്യൂ മാർക്കറ്റ് ഓർ പ്രൈമറി മാർക്കറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതും സെക്കൻഡറി സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ലിസ്റ്റഡ് ആയിട്ടുള്ളതും അങ്ങനത്തെയുള്ള സെക്യൂരിറ്റീസാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. സോ ദ മാർക്കറ്റ് ഡീൽസ് വിത്ത് ദ സെയിൽസ് ആൻഡ് പർച്ചേസ് of already issued equity and debt securities of the corporate and others. So our securities of government ആവാം, സെമി ഗവൺമെൻറ് ആവാം, അതർ പബ്ലിക് ബോഡീസിൻ്റെ പബ്ലിക് ഇഷ്യൂസിൻ്റെ ഒക്കെ ആവാം. The companies list their securities in stock exchanges for trading. The sale or purchase of the listed securities is carried out in these special stock exchanges. എന്തൊക്കെയാണ് റെഗുലേഷൻ സെക്കൻഡറി മാർക്കറ്റിൻ്റെ? ദ സെബി, ദ കമ്പനി ലോ ബോർഡ് ആൻഡ് ദ റെസ്പെക്റ്റീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ റെഗുലേറ്റിംഗ് ദ സെക്കൻഡറി മാർക്കറ്റ്. സെബി ആണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് റൂൾസ് റെഗുലേഷൻസിൻ്റെ ആൻഡ് സെക്കൻഡറി മാർക്കറ്റിൻ്റെ പ്രൊസീജിയേഴ്സും. സോ സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ദ ലിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആണ്. ദാറ്റ് മീൻസ് ഒരു സെക്യൂരിറ്റി ഹോൾഡർക്ക് ദേ ക്യാൻ കൺവേർട്ട് ദ സെക്യൂരിറ്റി ഈസിലി ഇൻ ടു ക്യാഷ് ത്രൂ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സോ അതുകൊണ്ട് തന്നെ ഇതിനൊരു സെക്കൻഡറി മാർക്കറ്റിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ പ്രൈസ് റൈസ് ചെയ്യുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ ഒരു മാസീവ് ട്രേഡിംഗ് ഉണ്ടാവും. ഇഫ് ന്യൂ ഷെയർസ് ആർ ഫ്ലോട്ടഡ് ഇൻ എ ബൂം പീരീഡ് ആണെങ്കിൽ ദ പബ്ലിക് വുഡ് സക്സസ്ഫുള്ളി സബ്സ്ക്രൈബ് ഇറ്റ്. സോ ബേസിക്കലി സെക്കൻഡറി മാർക്കറ്റ് 3 ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. 1 ക്യാപിറ്റൽ ഫോർമേഷൻ, 2 സെക്യൂരിറ്റി പ്രൈസ് ഫോർമേഷൻ, 3 ക്രിയേഷൻ ഓഫ് മാർക്കറ്റ് പ്ലേസ്. സോ അതിനു മുമ്പ് നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ്സ് ഗീവ്സ് ലിക്വിഡിറ്റി ആൻഡ് ഹെൽപ്സ് ഇൻ സേവിങ്സ് ആൻഡ് ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ് മറ്റൊരു പ്രത്യേകത. ആൻഡ് ഹെവി റെഗുലേഷൻ എൻഷ്യൂർസ് സേഫ്റ്റി, ഫ്ലെക്സിബിലിറ്റി ടു പിക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. ദ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ചസ്, എ മാർക്കറ്റ് പ്ലേസ് വെയർ ദർ ഈസ് ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് ദ സെല്ലർ. ദെൻ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ചസും ഉണ്ട്, ഓവർ ദ കൗണ്ടറും ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസും ഉണ്ട് സെക്കൻഡറി മാർക്കറ്റിൽ. ദെൻ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സെക്കൻഡറി മാർക്കറ്റ് ആൻഡ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് പ്രൊസീഡ് ഗോസ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ഹൂ സെൽ ദം. സെയിൽസ് പ്രൊസീഡ്സ് ഗോസ് ടു ദ ഇഷ്യൂയിങ് കമ്പനിയാണ് പ്രൈമറി മാർക്കറ്റ് നടത്തുന്നത്. പക്ഷേ ഇവിടെ സെല്ലേഴ്സും ബയേഴ്സും ഉണ്ടാവും സെക്കൻഡറി മാർക്കറ്റിൽ. ദെൻ ഇൻവെസ്റ്റേഴ്സ് ഹയർ ബ്രോക്കേഴ്സ് ടു മാനേജ് ടു ക്യാരി ദെയർ ട്രേഡ് ഇൻ സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിന് അത്ര നിർബന്ധമില്ല. ദെൻ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഡയറക്ട്ലി ടു ദ ഇൻവെസ്റ്റേഴ്സ് ഓർ ത്രൂ ഇൻ്റർമീഡിയറീസ്. ഓണർഷിപ്പ് ഓഫ് ദ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്. ക്യാപിറ്റൽ ഫോർമേഷൻ പ്രൊമോട്ട് ചെയ്യാണ് പ്രൈമറി മാർക്കറ്റിൽ. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ ഇറ്റ് ഇൻഡയറക്ട്ലി പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ ബൈ പ്രൊവൈഡിങ് ലിക്വിഡിറ്റി. Buying and selling primary market only buying of securities take place. Both buying and selling of existing securities take place in secondary market. Prices of the securities are decided by the company, but prices are decided by the demand and supply of the securities in secondary market. There is no fixed geographical location for primary market, but secondary market in specified places ഉണ്ടാവും. So എന്തൊക്കെയാണ് basis, type of contact വിത്ത് ദ ഇൻവെസ്റ്റർ, ക്യാപിറ്റൽ ഫോർമേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൈമറി മാർക്കറ്റിൽ, ഇൻഡയറക്റ്റ് പ്രൊമോഷനാണോ സെക്കൻഡറി മാർക്കറ്റിലുള്ളത്. ഓൺലി ബൈയിങ് സെക്യൂരിറ്റീസ് ആണ് പ്രൈമറി മാർക്കറ്റിലേക്ക് നടക്കുന്നത്. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ ബോത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുന്നു. പ്രൈസിങ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കോർപ്പറേറ്റുകളാണ് പ്രൈമറി മാർക്കറ്റിൽ. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിലെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് സെക്യൂരിറ്റീസിൻ്റെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. There is no fixed location
ഫോർ പ്രൈമറി മാർക്കറ്റ്. പക്ഷേ ഫിക്സഡ് ലൊക്കേഷൻ ഒരു സ്പെസിഫൈഡ് പ്ലേസ് ഉണ്ടാവും സെക്കൻഡറി മാർക്കറ്റിൽ. സോ ക്യാപിറ്റൽ ഫോർമേഷനാണ് ഫസ്റ്റ് ബേസിക് ഫങ്ഷൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. സോ ക്യാപിറ്റൽ ഫോർമേഷൻ എങ്ങനെ? ബിക്കോസ് ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചസിന് വേണ്ടി സെക്കൻഡറി മാർക്കറ്റിൽ എത്തുന്നത്. സോ ഇത്രയും ആളുകളുടെ സേവിങ്സിനെയാണ് ചാനലൈസ് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഡെവലപ്മെൻറ്റ് ഓഫ് നേഷനിലേക്ക് എത്തിച്ചേരുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കണം തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ആഗ്രഹിക്കുന്നത്. സോ അവർ ഏത് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക? പ്രോഫിറ്റബിൾ കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസിലായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ടൈപ്സ് ഓഫ് ഷെയർസ്, ബ്ലൂ ചിപ്പ് കമ്പനീസ്, ഗ്രോത്ത് കമ്പനീസ് എന്നൊക്കെ പറഞ്ഞില്ലേ. സോ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേബിളായിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനീസിലാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ ഒരു ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി ഉള്ളതാണ്, അല്ലെങ്കിൽ റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഒരു ചാനലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബേസിക്കലി സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. So functions of the secondary markets, they provide regular information about the values of the security, price observe ചെയ്യാൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഒബ്സർവ് ചെയ്യാൻ, ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റി ഓഫർ ചെയ്യാൻ, ആൻഡ് ഓൾസോ ദ സെക്കൻഡറി മാർക്കറ്റ് ബ്രിങ്സ് ടുഗദർ മെനി ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആൻഡ് കീപ് ഇറ്റ് കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ലോ. ദെൻ സെക്യൂരിറ്റി പ്രൈസ് ഫോർമേഷൻ. പ്രൈസസ് ഓഫ് ദി സെക്യൂരിറ്റീസിൻ്റെ ഡീലിങ്സ് ഒരുപാട് സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, കമ്പനി പ്രോസ്പെക്ടസ് നോക്കുന്നു, അതിനുശേഷമാണ് അവർ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്തത്. സോ സ്റ്റോക്ക് മാർക്കറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റീസിനെ വാല്യൂ ചെയ്യാൻ ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ്. സോ ദ സെക്യൂരിറ്റീസ് ഓഫ് പ്രോഫിറ്റബിൾ ആൻഡ് ഗ്രോത്ത് ഓറിയൻറ്റഡ് കമ്പനീസ് ഹയർ വാല്യൂഡ് അല്ലെങ്കിൽ ഹയർ പ്രൈസ് ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ലോവർ കമ്പനീസിൻ്റെ ഗ്രാജ്വലി ലോ ആയിരിക്കും. സോ വാലുവേഷൻ ഓഫ് ദ സെക്യൂരിറ്റീസ് ഈസ് യൂസ്ഫുൾ ഫോർ ദ ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ്റ്സ്, ക്രെഡിറ്റേഴ്സ് അല്ലേ. സോ ദ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ നോ ദ വാല്യൂ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ ക്രെഡിറ്റേഴ്സിന് അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെയും ഗവൺമെൻറ്റിൻ്റെ ടാക്സസ് ഇമ്പോസ് ചെയ്യാനും ഒക്കെ ഈ ഒരു പ്രൈസ് ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബേസിക് ഫങ്ഷൻ ഓഫ് സെക്കൻഡറി മാർക്കറ്റ് നമുക്ക് സെക്യൂരിറ്റി പ്രൈസ് ഫോർമേഷൻ ആണെന്ന് പറയാം. ദെൻ തേർഡ് മെയിൻ ഫങ്ഷൻ, ദാറ്റ് ഈസ് ക്രിയേഷൻ ഓഫ് മാർക്കറ്റ് പ്ലേസ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ അസിസ്റ്റൻസ് ഉണ്ടാവും, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഉണ്ടാവും, പ്രൈമറി മാർക്കറ്റ് പോലെയല്ല. സോ ഈ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അസംബിൾ ചെയ്യാനും ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് നടത്താനും ഒക്കെ പറ്റും. So the marketplace is formed and always regulated by the rules and regulations of the SEBI. So 3 functions ആണ്: capital formation, security price formation, creation of marketplace. Then other functions എന്ന് പറയുന്നത് that is safety of transaction. സേഫ്റ്റി കൊണ്ടുവരിക, ലിക്വിഡിറ്റി കൊണ്ടുവരിക ഒക്കെയാണ് പ്രധാന അതർ ഫങ്ഷൻസ്. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓൺലി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണല്ലോ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അങ്ങനെയുള്ള കമ്പനീസിനെ മാത്രമേ ട്രേഡ് ലിസ്റ്റിൽ കൊണ്ടുവരുള്ളൂ. സോ സൗണ്ടഡ് കമ്പനീസ് ആയിരിക്കും, ഫിനാൻസ്ഡ് കമ്പനീസ് ആയിരിക്കും വിച്ച് ആർ ലിസ്റ്റഡ് ആൻഡ് ദേ ഹാവ് ടു ഓപ്പറേറ്റ് വിത്തിൻ ദ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ദിസ് എൻഷുവേഴ്സ് ദ സേഫ്റ്റി ഓഫ് ഡീലിംഗ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. Liquidity. The main function of the stock market is to provide a ready market for sale and purchase of the securities. So the main function stock market, the ready market for sale and purchase of securities ആണ്. And the stock exchange market gives assurance to investors that their investment can be converted into cash. The investors can invest in long-term investment projects without any hesitations. സോ ലിക്വിഡിറ്റി ഉള്ളപ്പോഴാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ബിക്കോസ് അവർക്ക് ക്യാഷാണ് അവർ സെക്യൂരിറ്റീസിലേക്ക് മാറ്റുന്നത്. സോ ദാറ്റ് ദേ ക്യാൻ കൺവേർട്ട് ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം. സോ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ തന്നെ പ്രധാന ഫങ്ഷനിലൊന്ന് നമുക്ക് ലിക്വിഡിറ്റി ആണെന്ന് പറയാം. സോ നമ്മളിന്ന് സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു. സെക്കൻഡറി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് വെയർ ഇൻ ദ ട്രേഡിംഗ് ഓഫ് ദ സെക്യൂരിറ്റീസ് ഈസ് ഡൺ. Secondary market consists of both the equity as well as the debt market. സെക്കൻഡറി മാർക്കറ്റിനെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നും വിളിക്കും. അതുപോലെ തന്നെ
ന്യൂ മാർക്കറ്റ് ഓർ പ്രൈമറി മാർക്കറ്റിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള എക്സിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ് നമ്മൾ എവിടെ ഇഷ്യൂ ചെയ്യുന്നത്? സെക്കൻഡറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത്. സോ എന്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്? The sale or purchase of the listed securities is carried out in this specific market. Then differences between the primary and secondary market നോക്കി, functions of secondary market നോക്കി. functions of secondary marketൽ പ്രധാനമായിട്ട് 3 ഫങ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ക്യാപിറ്റൽ ഫോർമേഷൻ, സെക്യൂരിറ്റി പ്രൈസ് ഫോർമേഷൻ ആൻഡ് ദ ക്രിയേഷൻ ഓഫ് മാർക്കറ്റ് പ്ലേസ്. ദെൻ അതർ ഫങ്ഷൻസ് ആണ് സേഫ്റ്റി ഓഫ് ട്രാൻസാക്ഷൻസും ലിക്വിഡിറ്റി. I think you are very well clear about the meaning of secondary market, the regulations, functions, features of the secondary market and differences between the primary market and secondary market. If you have any doubts and queries, you can ask me through our WhatsApp group. Okay, thank you all. Have a nice day.